വിവാഹത്തെക്കുറിച്ച് അനേക തെറ്റിദ്ധാരണകളുണ്ട്. There are a lot of myths concerning marriage. അതിൽ 4 പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ ആരംഭിക്കുക. I will start the session with mentioning 4 of those myths. ഒന്നാമത്തേത്, നല്ല വിവാഹങ്ങളിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. One of the first myth that we have is good marriages do not have problems. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. That's absolutely wrong. എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ ഷോക്കുകളിൽ ഒന്ന്, one of the greatest shocks I had in life. That was one of the greatest shocks in brother's life. വളരെ ആത്മീയനായ ഒരാള്, very spiritual person. ദൈവത്തിന്റെ ഹിതം 101% അറിഞ്ഞിട്ട് കല്യാണം കഴിച്ച ആള്. The one person who having understood God's will maybe 101 time. എന്റെ ആത്മീയ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരാള്. The person who really inspired brother's life. Ideal couple, made for each other എന്ന് ഉള്ള സമ്മാനം കൊടുക്കാൻ പറ്റിയ ഒരു കപ്പിൾ. Ideal couple or a perfect couple, that could be the award that can be given to them. അവരുടെ കുടുംബ പ്രശ്നം തീർക്കാൻ ഒരിക്കൽ എന്നെ വിളിച്ചു. To solve their family problem, brother was called. എനിക്കിന്നും അത് റിസോൾവ് ചെയ്യാനായിട്ട്, ആ ഐഡിയ അങ്ങോട്ട് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. That concept or that idea is still beyond comprehension for brother. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. I will not tell who that couple is. വളരെ ഭക്തിയുള്ള ഒരു കുടുംബം, very devoted family. എന്നാൽ അവര് തമ്മിൽ ചേർന്ന് പോകാനായിട്ട് വളരെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായി. But there's a great adjustment problem for them to go along. എന്നേക്കാൾ പ്രായമുള്ളവരാണ്. They are elder to me. എനിക്കൊരു കാര്യം മനസ്സിലായി. One thing I understood that വളരെ ദൈവഹിതത്തിലാണ് വിവാഹം കഴിച്ചത്, നല്ല കല്യാണമാണ് എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും വിവാഹത്തിൽ ഉണ്ടാകുകയില്ലെന്ന് ആരും പറയരുത്. Good marriage or ultimately in God's will, but don't think that there will not be any problems. രണ്ടാമത്തെ തെറ്റിദ്ധാരണ അതിനോട് ബന്ധപ്പെട്ടതാ. Second myth is related to that. നമുക്ക് ആത്മീയത്വം ഇല്ലാത്തതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. Lack of spirituality brings out a lot of conflicts. That is the myth we have. Second, അത് ശരിയല്ല. that is also not wrong. ആത്മീയത്വം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. There are problems which comes out because of lack of spirituality. പക്ഷേ കുടുംബജീവിതത്തിലെ എല്ലാ സംഘർഷവും നമുക്ക് ആത്മീയത്വം ഇല്ലാത്തതുകൊണ്ടല്ല. But all the family conflicts are not related because of lack of spirituality. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭാര്യയും ഭർത്താവും വളരെ ആത്മീയരാണെങ്കിലും അനുദിന ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാം. As we told earlier that even though they were leading a very good spiritual life, but daily life there could be conflicts. മൂന്നാമത്തെ തെറ്റായ ഒരു ധാരണ, third myth that we see here is, എന്തെങ്കിലും സംഘർഷങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായാൽ കുടുംബജീവിതം നശിച്ചു പോകും. Another myth that we see is, if certain conflicts arise, then it will be destructive for the marriage. അത് ശരിയല്ല. That is also not correct. കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബജീവിതം പാടെ തകർന്നു പോകുന്ന ആരും വിചാരിക്കണ്ട. If there are certain quarrels or there are certain conflicts that arises in marriage, doesn't mean that it's going to totally destroy. കുടുംബജീവിതത്തിൽ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉണ്ടായി ചില നാളുകൾ അന്യോന്യം മാറി നിന്ന ഭാര്യ ഭർത്താക്കന്മാർ വളരെ സന്തോഷകരമായിട്ട് ഇന്നും ജീവിക്കുന്നുണ്ട്. There are instances where because of some problems they were separated, but now they are living a good life. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായിപ്പോയി, അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം വന്നുപോയി എന്നുള്ളത് കൊണ്ട് ഇത് മുഴുവൻ നശിച്ചു എന്ന് അതിനർത്ഥമില്ല. So never think about an idea that if some conflicts or some problems arises, that it's totally leading to a destruction. നാലാമത്തെ തെറ്റിദ്ധാരണ, fourth myth that we see, നല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് ചുരുക്കം ഭാഗ്യവാന്മാർക്ക് മാത്രമുള്ളതാണ്. that quality marriage is only reserved for a few. ലോട്ടറി അടിക്കുന്ന പോലാണ്. It's like a lottery. കിട്ടിയാ കിട്ടി. If you get it, you get it. എല്ലാവർക്കും ഇത് കിട്ടുകയല്ല. All are not benefited by that. ചില ഭാഗ്യശാലികൾക്ക് നല്ല കുടുംബജീവിതം കിട്ടും. There are some lucky who get this good marriage life. അത് ശരിയല്ല. That is also not correct. ഭാഗ്യവാന്മാർക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോട്ടറി അടിക്കുന്ന പോലെ ഒരു കാര്യം അല്ല വിവാഹം. It's not like some person getting a lottery. You cannot compare to the marriage life. നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.
A good marriage life is something created by both working together towards that. അത് ഭാഗ്യത്തിന്റെ പ്രശ്നമല്ല, ലക്കല്ല. It's not something out of luck. ദൈവമക്കൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോൾ, When both the believers come together, രാവിലെ ഗാർഡന്റെ കാര്യം പറഞ്ഞതുപോലെ, just like the concept of building a garden, രണ്ടുപേരും സമയമെടുത്ത്, both should take the time out, രണ്ടുപേരും അധ്വാനിച്ച്, both should labor in, രണ്ടുപേരും അന്യോന്യം ശ്രദ്ധിച്ച് കെയർ ചെയ്ത്, both should take care of each other. അത് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ് നല്ല കുടുംബ ബന്ധങ്ങൾ എന്നുള്ളത്. And it needs to be cultivated. That is what is marriage life. അതുകൊണ്ട് ഈ ധാരണകളെല്ലാം തെറ്റാണ്. So all these 4 different myths that we saw is absolutely wrong. ഭാഗ്യശാലികൾക്ക് ഇതൊക്കൂ, Only that it is blessed are privileged for that. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുടുംബജീവിതം തകർന്നു പോകും. If some conflicts arise, it will be totally a destruction. ആത്മീയത്വം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. Conflicts are because of lack of spirituality. നല്ല വിവാഹങ്ങളിൽ ഒരിക്കലും പ്രശ്നം ഒന്നും ഉണ്ടാകയില്ല. Good marriage is void of any conflicts. ഇതെല്ലാം തെറ്റായ ധാരണകളാണ്. All these are wrong myths. അത് നമുക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ധൈര്യം പകരേണ്ടതാണ്. And all these things gives us a lot of confidence. എല്ലാ വിവാഹങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. All marriages have certain conflicts. Thank God, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. And thank God that there is a solution for all problems. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ വരും. When we are humans, when we live together, there will be a lot of problems. അത് തികച്ചും സ്വാഭാവികമാണ്. And that's natural. അതിൽ അബ്നോർമൽ ആയിട്ട് ഒന്നും പ്രത്യേകിച്ചില്ല. Nothing abnormal in that situation. ചില കാര്യങ്ങളിൽ എനിക്കും ഭാര്യയ്ക്കും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് അത് അബ്നോർമൽ ആയ ഒരു കാര്യമല്ല. There are certain things that you are not able to adjust together. That doesn't mean that there is an abnormal situation there. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്? Why is that conflicts arise in family life? അനേക കാരണങ്ങൾ അതിന് പറയാൻ കഴിയും. There could be various reasons for that. എന്നാൽ ഞാൻ 3 കാരണങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. But like to draw out 3 important factors. ഒന്നാമത്തെ കാരണം, First fact is, നാം എല്ലാം പാപപ്രകൃതിയുള്ള മനുഷ്യരാണ്. we are humans in sinful nature. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. There's a great truth. This Romans chapter 7 and verse 18 reminds us about. എന്താണ് ആ വാക്യത്തിൽ പറയുന്നതെന്ന് നോക്കിക്കേ. Let's see what it says about. റോമാലേഖനം 7-ന്റെ 18-ാമത്തെ വാക്യം, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അടുത്ത വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. എന്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. Here we see that there is nothing good that dwells in our flesh. നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജഡം ഇംപ്രൂവ് ചെയ്തിട്ടില്ല. By getting saved, our flesh has not improved. ഈ സിസ്റ്റത്തിന് കർത്താവ് വരുമ്പോഴേ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. This system will only change when our Lord comes back. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജയിച്ച് ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. But God has given us a spirit which gives us the will to kill this flesh and to live a spiritual life. എന്തുകൊണ്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്? Why does the conflicts arise? നാം സാധാരണ മനുഷ്യർ ആദാമ്യ സന്തതിയിൽപ്പെട്ടവരായതുകൊണ്ടാണ്. Because we are humans in the line of the Adam. പാപപ്രകൃതി ഉള്ളവരായതുകൊണ്ടാണ്. We are in sinful nature. പാപ ശരീരത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ടാണ്. We are in the sinful body. ഈ ശരീരത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം The time that we are in this body, അസൂയ വരും, there will be jealousy, സ്വാർത്ഥത വരും, there will be selfishness, പിണക്കം വരും, there will be enmity, ദേഷ്യം വരും, there will be anger. ഇത് കേൾക്കുന്ന വളരെ സന്തോഷമുള്ള ചില ആളുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. There will be many who will be happy to hear these things. കണ്ടോ, ഫാമിലി കോൺഫറൻസിലും പറഞ്ഞത് ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ഉണ്ടെന്നാ. So it is, they say that it's been confided that in family conference also that such the moment that you're in body, such type of things will come. ബാക്കി പറഞ്ഞില്ല, ബാക്കിയോടെ ഒന്ന് പറഞ്ഞോട്ടെ. Let me finish the other part of that. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം വരും. When you are in the body, all these factors will come in. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിച്ച് ഇതിനെ ജയിച്ച് ജീവിക്കാനുള്ള ആത്മാവിന്റെ സഹായവും നമുക്ക് ലഭ്യമാണ്. But we have been given the spirit so that you can control and guide through in the proper way. അപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്? So why does the conflict comes in family life? ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയട്ടെ. Let me say one thing in between. ഈ സംഘർഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയ അടിയും വഴക്കൊന്നും അല്ല. Conflict doesn't mean that there is a lot of quarrel or beatings there. അത് നമ്മുടെ വിശ്വാസികളായി നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ല. That is not
something which is for us. എന്നാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അനുദിനം ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. But what I am trying to draw out is in our practical life certain types of conflicts that arises. ഒന്നാമത്തെ കാരണം One of the reasons നാം is പാപപ്രകൃതിയുള്ള ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ്. because we are humans with sinful nature. രണ്ടാമത്തെ കാരണം Second reason, നമ്മുടെ പശ്ചാത്തലവും നാം വളർന്നു വന്നതും എല്ലാം വ്യത്യസ്തമായ നിലകളിലാണ്. second reason is that our background is different. എല്ലാ കുടുംബങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. Each family has a different upbringing. എല്ലാ കുടുംബങ്ങളിലും പരിചയിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. Whatever usuality goes through in the family is different in each family. ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ കുടുംബത്തിന്റെയും വ്യത്യാസമാണ്. Regarding the purpose of life or the outlook to life is different in each family. അങ്ങനെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് വ്യത്യസ്ത ആളുകളാണ് ഇന്നു മുതൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുന്നത്. So it's the two different people from different backgrounds and upbringing that they come together and decide to live together. അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകയില്ലെന്ന് എങ്ങനെ വിചാരിക്കാൻ സാധിക്കും? So how can we think that two different factors, two different personalities coming together can live without any problems? ആ വീട്ടിലും ഈ വീട്ടിലും വളരെ വ്യത്യസ്തമായ നിലയിലാണ് രണ്ടുപേര് വളർന്നത്. Two different houses, two different backgrounds. അങ്ങനെയുള്ള ആളുകൾ ഒന്നായി ചേരുമ്പോൾ when they two become one, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. there will be a different ideas that will come out through. മൂന്നാമത്തെ ഒരു സത്യം, third fact, ലോകത്തിൽ രണ്ട് ആളുകളെ ഒരുപോലെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. there are no two people who are alike. ഒരേപോലെ ചിന്തിക്കുന്ന രണ്ടാളുകൾ ലോകത്തിലില്ല. There is not one person who thinks alike. അപ്പൊ ഭാര്യയും ഭർത്താവും ഒരുപോലെ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ നടക്കുന്ന കാര്യമാണ്? So how can we think that this husband and wife should think alike? രണ്ടുപേരും എല്ലാത്തിലും ഒരുപോലെയാ ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ ഒരാളുടെ ആവശ്യമില്ല, ഒരാൾ മതി. If both think alike, then there is no need for the other person. One person is enough. രണ്ടുപേരും വ്യത്യസ്തരാ. Both are different. അതുകൊണ്ട് രണ്ടുപേരുടെ ചിന്താഗതികളിലും വ്യത്യാസമുണ്ട്. And that is why their thinking is also different. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. This is what science also reveals. ഒരേപോലെ എല്ലാ കാര്യത്തിലും ചിന്തിക്കുന്ന രണ്ട് വ്യക്തികൾ ലോകത്തിലില്ല. There is no person who thinks in all different angles same. ഫാമിലി കോൺഫറൻസുകളിൽ ഞങ്ങൾ സാധാരണ ഒരു എക്സസൈസ് കൊടുക്കാറുണ്ട്. In family conference we normally do an exercise. അതിതാണ്, that is, അടുത്ത ഒരു നിമിഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയാൻ പോകുന്ന ഒരു വാക്കിനെ കുറിച്ച് ചിന്തിക്കണം. one person, everybody who are gathered here should think about the word which the brother is going to tell. ഒരു മിനിറ്റ് ആ വാക്കിന്റെ കാര്യം എല്ലാവരും ചിന്തിക്കണം. Everybody should think about that word. ആ വാക്ക് ലൈറ്റ് എന്നുള്ള വാക്കാണ്. LIGHT, ലൈറ്റ് എന്നുള്ള വാക്കിനെ കുറിച്ച് എല്ലാവരും ഒരു മിനിറ്റ് ചിന്തിക്കണം. 1 minute to think is the word light. എല്ലാവരും ചിന്തിക്കാണല്ലോ അല്ലേ? First everybody is thinking. ഓക്കെ, നമുക്ക് ഇവിടെ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ എക്സസൈസ് പാർട്ടിലോട്ട് പോകുന്നില്ല. Because of the shortage of time, we are not going into that exercise part. അത് കഴിഞ്ഞ് ഞങ്ങള് ഭാര്യയോട് ചോദിക്കും എന്തോ ചിന്തിച്ചെന്ന്. We'll ask the wife or the sisters. അപ്പൊ ഭാര്യ പറയും ഞാൻ ഈ ലൈറ്റിന്റെ കാര്യം, ഈ വെട്ടം അതിന്റെ കാര്യം ചിന്തിച്ചു. They will say that this is the light giving. അപ്പൊ സഹോദരിയുടെ ഭർത്താവ് എന്തോ ചിന്തിച്ചേ? What does the husband think about that? ഭർത്താവ് ചിന്തിച്ചെന്തോന്നറിയോ? ലൈറ്റ് വെയിറ്റിന്റെ കാര്യമാണ്. ചപ്പല് ലൈറ്റ് വെയിറ്റ് ചപ്പൽ അതിന്റെ കാര്യമാണ്. He was thinking about the light weight. അപ്പൊ ഞാൻ പറയും അപ്പൊ നിങ്ങള് തമ്മിൽ കാര്യമായിട്ട് ഏതാണ്ട് കുഴപ്പമുണ്ട്. There's some problems certainly among you. വളരെ അനാത്മീയരാണ് നിങ്ങൾ, കാരണം നിങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നില്ല. There is a certain lack of spirituality because you are not thinking alike. അങ്ങനെ പറയാൻ പറ്റുമോ? Can we say like that? അങ്ങനെ പറയാൻ പറ്റില്ല. There is no way we can say like that. എന്തുകൊണ്ടാ ഈ ഭർത്താവും ഈ ട്യൂബ് ലൈറ്റിന്റെ കാര്യം ചിന്തിക്കാഞ്ഞേ? Why does the husband did not think about the tube light? Simply because അവർ രണ്ടുപേരും രണ്ട് ആളുകളായോണ്ട. Simply because both of them are different personalities. വ്യത്യസ്തമായിട്ട് മറ്റേയാൾ ചിന്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ ചിന്തിച്ചത് തെറ്റാണെന്ന് വരുന്നില്ല. It's not that because that other person thought in a different way, he is wrong. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്നെ പോലെ ചിന്തിക്കാത്ത എല്ലാവരും തെറ്റാണെന്നാ. Normally we think that the person who doesn't think like what I think, he is wrong. വേദപുസ്തകത്തിലെ അടിസ്ഥാന സത്യങ്ങളുടെ കാര്യമൊന്നും അല്ല നമ്മൾ പറയുന്നത്. I am not revealing to what is the biblical principle about that. അനുദിന ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളുടെ കാര്യമാണ്. It's a daily or a practical thing that we are drawing out. എന്നെ പോലെ തന്നെ എന്റെ ഭാര്യയും ചിന്തിച്ചോണം.
My wife should think in the same manner in which I think. പ്രിയ സഹോദര, നീ അസാധ്യമായ ഒരു കാര്യമാണ് ഈ ആവശ്യപ്പെടുന്നത്. Brother, we are asking for something which is impossible. എന്നെ പോലെ തന്നെ എന്റെ ഭർത്താവും ചിന്തിക്കണം. My husband should think in the same way which I think. അസാധ്യമായ കാര്യമാണ്. Impossible thing. അങ്ങനെ ചിന്തിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുമില്ല. And in that manner, even God doesn't desire. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നല്ല ദൈവത്തിന്റെ പ്ലാൻ. God's plan is not that everybody should think alike. പലതായിട്ട് ചിന്തിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രത്യേകത. God's uniqueness is bringing different people thinking differently to be one. അപ്പോ എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരാൾ ചിന്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ ചിന്തിക്കുന്നതെല്ലാം തെറ്റാണെന്ന് അർത്ഥമില്ല. So it's totally wrong that if a person is thinking differently, we cannot say that he is wrong. എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മറ്റേയാൾ ചിന്തിക്കുന്നതെങ്കിലും അയാളുടെ ചിന്തയും ശരിയാകാം. So even if he is thinking different to what I am thinking, his thinking can also be correct. അപ്പൊ എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? So why does the conflicts arise in the family? നമ്മൾ പാപ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട്. Because we live in sinful nature. നമ്മുടെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുള്ളതായതുകൊണ്ട്. Our background, our upbringing is different. നാം എല്ലാം വ്യത്യസ്തരായതുകൊണ്ട്. We all are different. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട്. That is why our thinking is different. അതിനകത്ത് മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യവുമില്ല. So we need not be worried about that. ഞങ്ങൾ തമ്മിൽ, ഞാനും ഭാര്യയും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടെന്നുള്ളത് കൊണ്ട് ആരും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. So even if there is some differences about your thinking among the family, it doesn't mean that there is a problem. കാരണം ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും യുണീക്കാണ്. നിങ്ങളെ പോലെ വേറൊരാൾ ഈ ലോകത്തിലില്ല. Because each person God has made is unique and they are different in their thinking. ഇത് വളരെ അത്ഭുതകരമായ ഒരു സത്യമല്ലേ? It's a great thinking or a fact. എന്നെ പോലെയുള്ള വേറൊറ്റയാൾ ഈ ഭൂമിയിലില്ല. There is not a person just like what I am. നിങ്ങളെ പോലെയുള്ള ഒരൊറ്റയാൾ ലോകത്തിലില്ല. There is no person like you. അങ്ങനെ തികച്ചും യുണീക്കാണ് ഓരോരുത്തരും. That's why we say that each of you are unique. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. And that is this uniqueness or different personalities are brought together with one. അതുകൊണ്ട് ചിന്തകളിൽ അല്പം വ്യത്യാസമുണ്ടായി, അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടായി, വേറെ നിലയിൽ ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് അശേഷം ആരും ഡിസ്കറേജ്ഡ് ആകേണ്ട ആവശ്യമില്ല. So we need not be discouraged if there are different suggestions, different solutions or thinking that comes out in your family. എന്നാൽ നമ്മുടെ ചിന്താഗതികളിലുള്ള വ്യത്യാസം വിവാഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ, ഡിസ്ട്രക്റ്റീവായി ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് വ്യത്യാസപ്പെടുത്താൻ, ചേഞ്ച് ചെയ്യാനായിട്ട് നാം മനഃപൂർവ്വം ശ്രമിക്കണം. But if our thinking, if our suggestions is bringing something destructive to our family life, then we need to think about changing that thinking. നമ്മുടെ ചിന്താഗതികളിലുള്ള വ്യത്യാസം കൊണ്ട് കുടുംബത്തിന് ദോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. We need to draw out that if there is something which is not positive for our family relationship, then we need to change. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷങ്ങൾ എന്നുള്ളത് മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. So the ideas being different or conflicts coming out is normal. ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്തവരല്ല. It's not that the couples without any problems are the happiest couples. അങ്ങനെ ഒരു കപ്പിൾസ് ലോകത്തിലില്ല. There are no couples we can find like that. പെർഫെക്റ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞ ഒരു കപ്പിൾസ് ലോകത്തിലില്ല. Perfect couples we cannot find in this world. ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ഭാര്യ ഭർത്താക്കന്മാർ, the perfect, happy or contented couples or husbands and wives, ഒരു പ്രശ്നവും ഇല്ലാത്തവരല്ല. It's not that they do not have any problem. ഞങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ശരിയായി ഹാൻഡിൽ ചെയ്യുന്നവരാണ്. But they understand that there are problems and they live accordingly of handling and handle accordingly. ഞാൻ അതൊന്നുകൂടെ ആവർത്തിക്കട്ടെ. Let me repeat it again. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരല്ല ഹാപ്പിയസ്റ്റ് കപ്പിൾസ്. The persons without any problems, they are not the happiest couples. ഞങ്ങളെല്ലാം ഒരുപോലെ ചിന്തിക്കുന്നു, അതല്ല ഹാപ്പിയസ്റ്റ് കപ്പിൾസ്. They are thinking alike. That is not the definition of happiest couples. ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ എന്ന് പറയുന്നത്, the most satisfied couples are, ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണ്. they understand this fact. ഏത് കാര്യങ്ങൾ? What fact? ഞങ്ങൾ വ്യത്യസ്തരാണ്, that we are different. ഞങ്ങൾ രണ്ട് നിലയിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. We have been made two different ways. ഞങ്ങളുടെ പശ്ചാത്തലം വ്യത്യാസമാണ്. Our upbringing is different. ഞങ്ങളുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട്. Our thinking is different. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. And that's why there are differences among us. അതുകൊണ്ട് പല പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. So there is every possibility that there could be a conflict. അത് മനസ്സിലാക്കി ശരിയായി ക്രമീകരണങ്ങൾ
പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ. So having grasped that fact, having understood that fact, we will handle the situation accordingly. പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തെ തീരുമാനിക്കുന്ന ഘടകം. The greatest secret of victory in family life is how we react to problems. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ജീവിതത്തിലെ വിജയം തീരുമാനിക്കുന്നത്. What will happen to us, that is not the answer for the problem. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം തീരുമാനിക്കുന്നത്. But the secret of victory is how we react towards those problems. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, That is why, brothers and sisters, നാം എല്ലാം ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് when we are in this flesh, രണ്ട് വ്യത്യസ്ത ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ when two different people live together, പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. there could be different ideas. എന്നാൽ നാം വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കി But having understood that we are different, ആ പ്രശ്നത്തെ ശരിയായി കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ നാം ജയാളികളാവുകയാണ്. we are trying to handle that fact, and then we become victorious in our life. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മെ ഒരുമിച്ച് ചേർക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. The problems really brings us together in leading our family life. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന്. When problems come, we think that, oh, it is going to destroy our life. നമ്മെ നശിപ്പിക്കാനായിട്ട് വരുന്നു തോന്നുന്ന പ്രശ്നങ്ങളിൽ നമ്മെ ഉയർത്താനുള്ള പൊട്ടൻഷ്യൽ ദൈവം വെച്ചിട്ടുണ്ട്. When we see that, oh, when the problems come, we may see that it may destroy us, but God has kept the great potential behind that problem. നാം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ, When we understand each other being different, ഒരുമിച്ച് ആ കാര്യം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, when we put that before God, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ, when there is a solution to that, ആ പ്രശ്നം നമ്മെ തമ്മിലും നമ്മെ ദൈവത്തോടും കൂടുതൽ അടുപ്പിക്കും. so that problem will bind us together also higher towards God. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞ് സ്നേഹമാകുമ്പോഴുള്ള സ്നേഹമാ നല്ല സ്നേഹം. എല്ലാവർക്കും അറിയാമല്ലോ അതല്ലേ? We know that the love that comes after a little bit of quarrel is the most defined love. ഇവിടെയുള്ള ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ഈ പ്രസംഗിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇതെന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ മേലെന്നുള്ള മട്ടിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. You would have heard a story like this. ഒരു മനുഷ്യന് ഒരു കഴുതയുണ്ടായിരുന്നു. A man had a donkey. ഈ കഴുത തനിക്ക് വേണ്ടി അനേക വർഷങ്ങൾ അധ്വാനിച്ചു. This donkey labored for this man many years. ഒടുവിൽ കഴുതയ്ക്ക് വയസ്സായി. The donkey became aged. അപ്പോ ഈ മനുഷ്യന് ഈ കഴുതയെ പോറ്റാനായിട്ട് ഇനി വകയില്ല. And the man was not able to look after this donkey. അപ്പൊ അയാൾ വിചാരിച്ചു ഇനി കഴുതയെ കൊണ്ട് കഴുതയ്ക്ക് പണിയെടുക്കാനൊക്കെ ഇനി ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. So the man thought that, oh, this donkey is no more useful to me. അപ്പൊ ഇതിനെ അങ്ങ് കൊന്നേക്കാം. Maybe I'll kill that donkey. അപ്പൊ അയാൾ വിചാരിച്ചു ഈ ഇത്രയും നാളെന്നെ സേവിച്ച കഴുത എങ്ങനെയാ കഴുത്ത് വെട്ടി കൊല്ലുന്നേ? How can I kill this donkey who served me so long? അതുകൊണ്ട് ഇയാൾ വിചാരിച്ചു അവരുടെ വീട്ടിലൊരു പൊട്ടക്കിണറുണ്ട്, വെള്ളമില്ലാത്തൊരു കിണർ, അതിനകത്ത് അങ്ങ് തള്ളിയിട്ടേക്കാന്ന് വിചാരിച്ചു. So he thought that there was a well without any water. I will just push that donkey inside there. പിന്നെ ആ കിണറങ്ങ് മൂടിയേക്കാം. അപ്പൊ അതിനകത്ത് കിടന്ന് ചത്തോളൂ. And then I will cover that well, and then he will die accordingly. അപ്പൊ ഒരു ദിവസം ഇയാൾ ഈ കഴുതയെ പൊട്ടക്കിണറ്റിലോട്ട് തള്ളിയിട്ടു. So one day he pushed that donkey in that well. എന്നിട്ട് കുറച്ച് കൂലിക്കാരെ വിളിച്ച് ഈ മണ്ണിട്ട് ഈ കുഴി അങ്ങ് മൂടിയേക്കാൻ പറഞ്ഞു, ഈ കിണർ അങ്ങ് മൂടിയേക്കാൻ പറഞ്ഞു. And he called some laborers and just filled that well with sand. അപ്പൊ കഴുത കിണറ്റിന്റെ കീഴെ ഇങ്ങനെ നിൽക്കുക. And the donkey was standing in that well. അപ്പൊ ഈ മണ്ണിടുന്ന ആളുകൾ മണ്ണിടുന്നു, കൊട്ടയിൽ മണ്ണിടുക. And the people are filling that well with the land. അപ്പൊ മണ്ണ് ഈ കഴുതയുടെ പുറത്തോട്ടാണ് വീടുന്നത്. അപ്പൊ കഴുത മണ്ണിങ്ങനെ കുടഞ്ഞു കളയും. And when the sand is falling on the back of the donkey, he is just shaking it off. എന്നിട്ട് ഈ കഴുത മണ്ണിന്റെ മുകളിൽ കയറി നിൽക്കും. And the donkey is standing on the top of the sand. പിന്നെ കുറെ കൂടെ മണ്ണിട്ടു. Again they put the sand. ഒടുവിൽ കഴുത പൊങ്ങി വന്ന് കഴുതയുടെ പാട്ടിന് പോയി. Ultimately the donkey came out of that well. അപ്പൊ കഴുതയുടെ ആ കഥയുടെ സാരാംശം ഇതാണ്. The moral of that story is, കഴുതയെ മൂടാൻ ഉപയോഗിച്ച മണ്ണിൽ തന്നെ കഴുതയെ രക്ഷിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. so there was a way out, a solution out of the sand which was meant to bury that donkey. പ്രിയപ്പെട്ടവരെ, നമ്മെ മൂടിക്കളയാനായിട്ട് പിശാച് ഒരുക്കുന്ന ചില കെണികളുണ്ട്. അതിൽ ദൈവത്തിന്റെ സ്നേഹവും കരുതലും കൂടുതൽ അനുഭവിച്ചറിയാനുള്ള പൊട്ടൻഷ്യൽ ആ പ്രശ്നങ്ങളിൽ തന്നെയുണ്ട്. So when you see there are problems, there may be a lot of ideas that they maybe you may think that it may bury you, but behind that God's love and potential is to bring something great out of you. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൽ ആരും നിരാശപ്പെട്ടു പോകണ്ട. So you should not be worried that if there is some type of conflict arising. ആ സംഘർഷങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. We need to bring it before God. അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. We need to pray for that. അതിനെക്കുറിച്ച് സംസാരിക്കണം. We need to talk it out. എങ്ങനെ ഈ സംഘർഷങ്ങളോട്
പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ വിജയമിരിക്കുന്നത്. So the secret of that victory is how we react to these problems. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സ്ട്രഗിൾസ്, All these problems that arise in our practical life, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് ദൈവം ഉപയോഗിക്കും. God will use that to make our Christian life more victorious. കൂടുതൽ ക്ഷമിക്കാൻ പഠിപ്പിക്കും. He will teach us how to be more long suffering. യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള മുഖാന്തരമായിട്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അവസരങ്ങളെ ദൈവം തീർക്കും. All these events and circumstances brings you to transform you to the image of Christ. പക്ഷെ അതിന് നമുക്ക് മനസ്സുണ്ടായിരിക്കണമെന്ന് മാത്രം. For that we should be able to be willing. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. Our prayer should be like this. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളും, Oh Lord, whatever conflicts that arise in our life, ഞങ്ങളുടെ കുറവുകൾ കാണിച്ചു തരാനായിട്ട് മുഖാന്തരമായിട്ട് നീ തീർക്കണമേ. Oh Lord, make that an event to show us our shortcomings. കൂടുതൽ സഹിക്കാനും വഹിക്കാനും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട്, കളറിയായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ സ്ട്രഗിൾസ് നീ തീർക്കണമേ. Lord, let that become a university so that we can learn to suffer with each other and care for each other. ഞങ്ങളുടെ സ്വഭാവത്തിലുള്ള റഫ് സ്പോട്ട്സ് ഒക്കെ ഒന്ന് തേച്ച് മിനുക്കി ഞങ്ങളെ സ്മൂത്ത് ആക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് നീ തീർക്കണമേ. So that all the shortcomings or the rough spots in our lives, oh Lord, you polish it out for shining for Christ. അങ്ങനെ ഭാര്യയും ഭർത്താവും ബലമുള്ള ദൈവത്തിന്റെ കയ്യിൽ താണിരിക്കുമെങ്കിൽ, If husbands and wives submit themselves before God like this, പ്രിയപ്പെട്ടവരെ, ഈ സംഘർഷങ്ങളെല്ലാം നമ്മെ കുറച്ചുകൂടെ നല്ല ആളുകളാക്കി തീർക്കും. these conflicts will turn you to a അപ്പൊ നമ്മുടെ സംഘർഷങ്ങളല്ല നമ്മുടെ പ്രശ്നം. The conflicts is not the problem. നാം പരാജയപ്പെടുന്നത് നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുന്നോണ്ടല്ല. We are not failing because there are conflicts. ഈ സംഘർഷങ്ങളെ ശരിയായി കൈകാര്യം നാം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നാം പരാജയപ്പെടുന്നത്. But we are failing because we are not encountering these conflicts in the right manner. ഭാര്യയും ഭർത്താവും ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, If they are of a sincere mind, ദൈവവഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, if they are willing to walk in the right path of God, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും whatever problems may come, സത്യസന്ധതയോടെ ദൈവസന്നിധിയിൽ അത് കൊണ്ടുവന്നാൽ, with truthfulness, if you come before God's presence, നിങ്ങളെ മോൾഡ് ചെയ്യാനായിട്ടുള്ള ഉപാധിയായിട്ട് ദൈവം ഈ പ്രശ്നങ്ങളെ തീർക്കും. oh, God will use that problems to mold you into a better person. നമുക്ക് പ്രായോഗികമായ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ കാരണങ്ങളും അതിന്റെ പരിഹാരവും ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് പറയട്ടെ. I'll just draw out certain practical things that conflicts arises and the solutions pertaining to that. ഞാൻ 4-5 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. I have just listed down 4 or 5 things. വേറെ അനേക റീസൺസ് ഉണ്ട് അനുദിന ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്. There could be various other reasons. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഞാനൊന്ന് പറയട്ടെ. Let me draw out certain common things that why the conflicts arise. ഒന്നാമത്തെ ഒരു കാരണം, One of the thing is അന്യോന്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. lack of understanding each other. ഞാനത് രാവിലെ പറഞ്ഞു. We talked about it in the morning. എന്തുകൊണ്ടാണ് എന്റെ ഭാര്യ ഇങ്ങനെ പെരുമാറുന്നത്? Why does my wife behave in this way? അപ്പൊ അത് ഏതാണ്ട് കുഴപ്പമുണ്ട്. Oh, there is some problem there. ഒരു കുഴപ്പമില്ല. There is no problem. നീ ചിന്തിക്കുകയാണ് ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന്. You're thinking that there is a problem. ഒരു സഹോദരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു. One brother said like this. അവരൊരു ക്യാമ്പ്, യൂത്ത് ക്യാമ്പ് കഴിഞ്ഞ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള ഒരു ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ അവര് തമ്മിൽ ഒരു പ്രയാസം ഉണ്ടായി. After the youth camp, where both boys and girls attended, they went home and there was some discussion. അപ്പൊ ഈ സഹോദരി, ഭാര്യ ഗേൾസിനെ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരെ കെയർ ചെയ്തൊക്കെ ഇങ്ങനെ ക്യാമ്പിൽ നടക്കുകയാണ്. സഹോദരൻ ബോയ്സിന്റെ കൂടെ നടക്കുകയാണ്. The sister looked after the girls and the brother looked after the boys. അവർ ലീഡേഴ്സ് ആണ് ക്യാമ്പിലെ, പക്ഷെ വീട്ടിൽ ചെന്ന് അവര് തമ്മിൽ ഒരു പ്രയാസമായി. They were leaders in the camp, but when they came home, there was some little bit of conflict. പിള്ളേർ അവരെ ക്യാമ്പിലെ കാണുന്നുള്ളൂ, അവര് വീട്ടിൽ എങ്ങനെയാന്ന് പിള്ളേർ കാണുന്നില്ലല്ലോ. Because the students are not seeing them at home. അപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? What is the problem? ഈ ഭാര്യ പറയാണ്, The wife says like this. എന്നാലും ആ ക്യാമ്പിൽ വെച്ച് എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നടിച്ചില്ലല്ലോ, മൈൻഡ് ചെയ്തില്ലല്ലോ. She said that, oh, you did not mind me when we were in the camp. എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി, എന്നിട്ട് കണ്ടൊന്ന് ചിരിക്കണമല്ലോ, ഒരു പരിചയം പോലും കാണിക്കുന്നില്ല. How many times we crossed each other, but you did not even look at me. അപ്പൊ അത് ഭാര്യയ്ക്ക് പ്രയാസമായി. That was a great worry or a hurt for her. വളരെ ആത്മീയരായ ഭാര്യയും ഭർത്താവുമാണിത്. Both are very spiritual. എന്നോട് അവര് തന്നെ പറഞ്ഞാണിത്. They only shared this. ഭർത്താവ് പറഞ്ഞതാ. Husband shared this. അപ്പൊ ഭർത്താവ് പറയാണ്, Husband said like this. അയ്യോ, അങ്ങനെയാണോ നീ ചിന്തിച്ചത്? Oh, is it that you thought like that? ഞാൻ എന്താ നിന്നെ നോക്കാഞ്ഞെന്ന് അറിയാമോ? I didn't see you because you know why? നീ ആ പെൺകുട്ടികളെയൊക്കെ സഹായിച്ച് അവരുടെ കൂടെ പ്രാർത്ഥിച്ച് അവരെ സ്പിരിച്വലായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് നടക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി അതിനിടയ്ക്ക് കയറി നിന്നെ കണ്ട് ചിരിക്കാൻ പോയിട്ട് നിന്റെ അറ്റൻഷൻ ഞാൻ ഡൈവേർട്ട് ചെയ്യണ്ട,
അവള് നന്നായിട്ട് സെർവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാന്ന് പറഞ്ഞു. Because why I did not look into or try to draw your attention was because you were totally attentive to the service of the students, so I didn't want to disturb that act. അപ്പൊ ഇതിൽ ആരാ who is right and who is wrong in this? Who is right and who is wrong in this? ഭർത്താവ് ചെയ്തത് തെറ്റാണോ? Is the thing that husband did wrong? നല്ല ഉദ്ദേശത്തോടെ ഭാര്യയുടെ അറ്റൻഷൻ ഒട്ടും ഡൈവേർട്ടഡ് ആകില്ല, അവളുടെ മിനിസ്ട്രി നന്നായിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാ ഇദ്ദേഹം കയറി ഇടപെടാഞ്ഞത്. His intention was totally positive. He did not want to disturb that service. പക്ഷെ ഭാര്യ എന്താ വിചാരിക്കുന്നത്? What did the wife think about that? ഇദ്ദേഹം ക്യാമ്പിൽ വെച്ച് കണ്ടിട്ട് ഒരു വീട്ടിൽ നിന്ന് വന്ന മട്ടുപോലും ഇല്ല. Oh, he's not at all attentive to me. അപ്പൊ ഇതിൽ ആരാ ശരി? Who is right here? ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല, രണ്ടുപേരും ശരിയാന്ന് തോന്നുന്നു. There is no right or wrong. Both are correct. അന്യോന്യം മനസ്സിലാക്കിയില്ല, അത്രേ ഉള്ളൂ കുഴപ്പം. There is a lack of understanding. ഞാൻ രാവിലെ പറഞ്ഞ പോലെ അനേക കാര്യങ്ങൾ അന്യോന്യം മനസ്സിലാക്കണം. There are a lot of things which we need to understand of each other. കിടന്നുറങ്ങിയാ ഇതൊന്നും മനസ്സിലാകുകയല്ല. But if you simply sleep, you won't know these things. If you just sleep, you will not understand each other. അതിന് സമയം എടുക്കണം. We don't have the time for that. അതിന് ഇൻട്രസ്റ്റ് എടുക്കണം. We should be interested for it. എന്റെ ഭാര്യ, there's a class that brother takes in this. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. I will not share too much in that. ഒരുമിച്ച് നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ നന്നായിട്ട് ആശയവിനിമയം ചെയ്യണം. So if you have to go together along very nicely, you have to have a proper communication. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അബുദാബി അസംബ്ലി വിളിച്ചിട്ട് വന്നപ്പോ, last time when I came to Abu Dhabi Assembly, അനേക പല കുടുംബങ്ങളോട് ഞാൻ സംസാരിക്കാനിടയായി. ഈ UAE-ലുള്ള പല കുടുംബങ്ങളോട് സംസാരിച്ചു. and I shared to various families. അവരിൽ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. And there are some who are here present. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, one thing I understood was, അവർ തമ്മിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും, അങ്ങനെ വലിയ സീരിയസ് വഴക്കുകളൊന്നുമില്ല. there are no serious problems among them. എന്നാൽ ഈ ഇവിടെ ഇരിക്കുന്ന ചില കപ്പിൾസ് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, if the couples who are present here, they only told like this, ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ സമയമില്ല, അതാണ് പ്രശ്നം. Oh, the greatest problem is that we do not have a proper communication. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്റിമസി വളരുന്നില്ല. Oh, that is why the intimacy is not growing. പ്രത്യേകിച്ച് വഴക്കൊന്നുമില്ല, peculiar problem is not there. പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒന്നായിട്ട് പോകാൻ ഒക്കുന്നില്ല. But together we are not able to go along. എന്താ കാര്യം? What is the reason? സമയമില്ല. There is no time. ജോലിയുടെ ഷെഡ്യൂളിലുള്ള വ്യത്യാസങ്ങൾ, all the schedules and work life. പ്രിയപ്പെട്ടവരെ, ഇത് പ്രശ്നങ്ങൾക്കൊരു കാരണമാണ്. This is one of the reasons of conflict. നന്നായിട്ട് ആശയവിനിമയം ചെയ്യണം. Proper communication is important. ഞങ്ങളൊക്കെ വളരെ തിരക്കുള്ള ആളുകളാണ്, ഞങ്ങൾക്കും ഉള്ള വലിയൊരു പ്രശ്നമാണിത്. We are also so much busy, tied up with schedules. This is one of the problems. അപ്പോ ഒരു ദിവസം പലപ്പോഴും എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാൻ നേരം കിട്ടുന്നില്ല. Sometimes brother's wife also points out that, oh, we also don't get the time to talk. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. One thing we decided. വീട്ടിലുള്ള ദിവസങ്ങളിൽ, the time that we are at home, വൈകിട്ട് കസേര എടുത്ത് വീടിന്റെ വെളിയിലിരുന്ന് വർത്താനം പറയും. We'll take chair and outside the home we'll talk to each other. ചിലപ്പോഴൊക്കെ ഒക്കുന്നുള്ളൂ, പക്ഷെ ഒക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ. It is just an occasional thing, but then we make it a point. ഇറാഖ് യുദ്ധത്തെ കുറിച്ചോ ക്ലിന്റനെ കുറിച്ചോ ഒന്നും അല്ല സംസാരിക്കുന്നത്. We don't discuss about Iraq conflict or about Clinton. വെറുതെ ഇരുന്ന് വർത്താനം പറയാം, അത്രേ ഉള്ളൂ, അല്ല സീരിയസ് മാറ്റേഴ്സ് ഒന്നും അല്ല. But it's a common fellowship, no serious thinking in there. അപ്പൊ നല്ല സജഷൻ ആയിട്ട് തോന്നി. We thought that is a good suggestion. അപ്പൊ എന്റെ ഭാര്യ ഒരു ക്ലോസ് വെച്ച്. She also put a clause before me. അങ്ങനെ ഇരിക്കുമ്പോ ന്യൂസ് പേപ്പർ കയ്യിലെടുക്കരുത്. If you are sitting like this, don't bring the newspaper in between. കാരണം നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ നോക്കുക. Because of the time management that we are studying, we try to do a couple of things together. തമ്മിൽ ആശയവിനിമയം നടത്താത്തതുകൊണ്ട് ഇന്റിമസി വളരുന്നില്ല. If there is no proper communication, there is no intimacy that is being growing. പാല് മേടിച്ചോ ഫോൺ ബിൽ അടച്ചോ ആശയവിനിമയം ഉണ്ട്, അതില്ലെന്നല്ല. There is a communication that, oh, this bill has been paid, this bill has been paid. പക്ഷേ ഹൃദയം തുറന്ന് സംസാരിക്കാൻ സമയമില്ല. But to pour out your heart, there is no time. അതുകൊണ്ടാണ് സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത്. And that is why these conflicts arise. പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ ധൃതി സംസാരിക്കുന്നത്. And when we talk with a lot of haste. അതിലും ഭയങ്കര ടെൻഷൻ ബിൽഡപ്പ് ചെയ്യും ചിലപ്പോ. And that also can bring a lot of tensions. ഒരേ കാര്യം രണ്ടുപേര് പറഞ്ഞ് വഴക്കുണ്ടാക്കും. One thing they will tell and they will quarrel. രണ്ടുപേരും പറയുന്ന ഒരു കാര്യം തന്നെയാ. They are telling the same concept. പക്ഷേ അവര് വഴക്കുണ്ടാക്കും. But there will be a quarrel. അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരേ കാര്യം പറഞ്ഞ് എങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന്. We will say that how can they quarrel on one subject? ഒരു ഉദാഹരണം ഞാൻ പറയാം. I'll tell you one illustration. ഭർത്താവ് പറയാണ്, the husband says like this. അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. They will say that there is no difference between that. There isn't much difference between them. There is much difference between them. There isn't much difference. Yeah, isn't there is. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. There isn't any much difference there. അപ്പൊ ഭാര്യ പറയാണ്, wife will say like this. അല്ലല്ല അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്.
Say that there is some difference there. ഇത് രണ്ടും ഒന്നാ അവര് പറയുന്നത്. Both they are referring to the same thing. ഭർത്താവ് പറഞ്ഞ അത് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്ന്. Husband said that there is no much difference there. ഭാര്യ പറഞ്ഞു അല്ലല്ല അത് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന്. Wife is saying there is some difference. ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കുക. And they call along. അതെന്തുകൊണ്ടാണെന്നറിയാമോ? കമ്മ്യൂണിക്കേഷൻ ശരിയാകുന്നില്ല. The reason is there is lack of proper communication. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പുറകെ കേൾക്കും. Later on you will see that. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലിരിക്കണം. Husband and wife should sit together to pray before God. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. That's a great struggle that we are looking in our lives. പക്ഷേ സ്ട്രഗിൾ ചെയ്താണെങ്കിലും അതിന് സമയം ഉണ്ടാക്കിയേ പറ്റൂ. But even if it is a struggle, we need to look out for time for that. മൂന്നാമത്തെ സംഘർഷത്തിലുള്ള ഒരു കാരണം, third reason for the conflict is തെറ്റായ മുൻഗണനകൾ. wrong priorities. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുക, ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുക. The right place or due time or place we are not giving for the husbands and wife each other. ഒന്നാമത് ദൈവം, അത് നമുക്കറിയാം, അതാണ് പ്രയോറിറ്റി. First priority is God. രണ്ടാമത് കുടുംബം. Second is family. മൂന്നാമതാണ് ബാക്കി കാര്യങ്ങൾ. Third is others. നമ്മുടെ ജീവിതത്തിൽ മുൻഗണനയിൽ തെറ്റ് വരുന്നതുകൊണ്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്. In our life also, because of certain wrong priorities, there are conflicts. പല ഭാര്യമാരും പറയുന്നത്, certain wives tell like this, എന്നേക്കാൾ പുള്ളിക്ക് പ്രധാനം പുള്ളിയുടെ കൂട്ടുകാരാണ്. His friends are more valuable than compared to me. ഇവിടെ പ്രശ്നമുണ്ടോ? Is there a problem there? പലയിടത്തും ഉണ്ട്. There are many problems. എന്നോട് ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, when the husband and wife together they were standing, the wife said like this, ഇദ്ദേഹത്തിന്, അതായത് ഭർത്താവിന്റെ അനിയനോടാണ് എല്ലാ കാര്യവും ചോദിക്കുന്നത്. my husband will always share all the things to his brother. എന്നോട് അത്രയും പറയത്തില്ല. But he will not share it to me. അപ്പൊ അത് ആ ഭാര്യയ്ക്ക് വളരെ പ്രയാസമായി. So it's a great hurt or a worry for her. എന്നേക്കാൾ പുള്ളിക്ക് പ്രധാനം പുള്ളിയുടെ ബ്രദറാണ്. For him, his brother is more important than compared to me. പ്രയോറിറ്റി തെറ്റിയിരിക്കുക. A wrong priority. ചിലർക്ക് സഭയിലെ സഹോദരന്മാർ അവരുമായിട്ടുള്ള അടുപ്പം, അതാണ് വീട്ടിൽ ഭാര്യയായിട്ടുള്ള അടുപ്പത്തേക്കാൾ പ്രധാനം. For some, the church members are more valuable or more important than the wife. അത് ശരിയായൊരു കാര്യമല്ല. That is also not correct. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും നമ്മോട് തന്നെ ചോദിക്കാം. A simple question that we can ask ourselves. എന്റെ ജീവിത പങ്കാളിയാണോ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്? Is it the life partner, my closest friend? ആ ആളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതാണോ എനിക്ക് സന്തോഷം, അതോ മറ്റുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതാണോ? Is it spending time with my life partner more valuable than others? എന്നെ കൂടാതെയും പുള്ളിക്ക് മാനേജ് ചെയ്യാം എന്നൊരു ചിന്തയാണോ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ കുറിച്ചുള്ളത്? Are the wife having a thinking that without her you are able to manage or having a better life? ഞാനില്ലേലും പുള്ളിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് മതി എന്നാണോ? Oh, even if I am not there, there are his friends for him. That is the thinking. അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. That should not be the event. എന്നേക്കാൾ പുള്ളിക്ക് പ്രധാനം പുള്ളിയുടെ ജോലിയാ. Oh, his work is more important compared to me. അങ്ങനെ ഭാര്യയ്ക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. Never the wife should have that thinking. ചിലപ്പോൾ ജോലിയുടെ തിരക്കുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന പോലൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ലെന്ന് വരാം. Sometimes because of the job priorities or important schedules, you will എന്നാൽ not be able to sit ഭാര്യയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരിക്കണം, തിരക്ക് കൊണ്ട് അധികം എന്റെ കൂടെ ഇരിക്കാൻ ഒക്കുന്നില്ലെങ്കിലും ഞാനാണ് എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ള ഉറപ്പ് എപ്പോഴും ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. But that concrete faith that yes, even though because of the short tightness or busyness, maybe he will not be able to look after, but his ultimate aim or important person is wife for him. നാലാമത്തെ ഒരു കാരണം, Fourth reason, തെറ്റായ പ്രതികരണങ്ങൾ. wrong reactions. നമ്മൾ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്ന തെറ്റിപ്പോയാൽ അത് സംഘർഷത്തിൽ കലാശിക്കും. If the way we react, if we are going to react in a very wrong manner, it may lead to conflicts. സദൃശവാക്യം 15ന്റെ 1-ാമത്തെ വാക്യം, Proverbs 15 and verse 1, 29ന്റെ 11-ാം വാക്യം, 29 and 11, ആ വാക്യങ്ങളൊക്കെ പറയുന്ന ഒരു സത്യം ഇതാണ്: it speaks one truth. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. Very haste or reply in anger will bring more anger. നമ്മുടെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നാം പ്രതികരിച്ചതിലെ പെശകുകൊണ്ടാണ്. Most of the problems or conflicts arise in our life is because the way how we react. ഭാര്യ ഒരു മനപ്രയാസം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിക്കുക. Say a wife shares some worry to his നിങ്ങളുടെ ജോലിയാ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം. She may say that, your work is more important to you. അതിനോട് ഇനി ഭർത്താവ് എന്ത് മറുപടി പറയുമെന്നുള്ളത് അനുസരിച്ചിരിക്കും അടുത്ത ആ വീട്ടിലെ 2 മണിക്കൂർ. So the next 2 hours will depend on how that husband reacts to that. റിയാക്ഷന്റെ പ്രത്യേകത പ്രാധാന്യം ഞാൻ പറയാം. I'm drawing out the importance of how you react.
അപ്പൊ ഭർത്താവിന് എന്ത് മറുപടി പറയാം? What can he say? ഭർത്താവ് പറയാണെന്ന് വിചാരിക്കുക. Let's say if he says like this. പിന്നെ എല്ലാ മാസവും വയറ്റിലോട്ട് വല്ലതും പോണേ, ഓഫീസിൽ നിന്ന് ജോലി ചെയ്യണം, നിന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ വയറ്റിലോട്ടൊന്നും ചെല്ലുകയല്ല. Oh, if you have to monthly get something for your stomach, then if you sit like this, you will not be able to do that. അപ്പൊ ഭാര്യ അതിന്റെ മറുപടി പറയും. The wife will answer like this. അപ്പൊ പിന്നെ പ്രശ്നമായി. Then there will be a problem. എന്നാ ഭർത്താവ് ഇങ്ങനെ പറയാന്ന് വിചാരിക്കുക. But let's say he answers like this. എന്റെ പൊന്നെ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, നിനക്കറിയാമല്ലോ എന്റെ ബോസിന്റെ കാര്യം, എന്നെ വിടുന്നില്ലടി, അതുകൊണ്ടല്ലേ ഞാൻ വരാത്ത, അല്ലാതെ നിന്നോട് എനിക്ക് പണക്കുള്ളതുകൊണ്ടാണോ? Oh dear, how it's not that because I don't love you, it's because of my boss is such that I am forced to handle like this. അപ്പൊ ആ ഭാര്യയ്ക്ക് അത് മനസ്സിലായി. The way it hits her. ഒരു കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. So it depends on how you react to certain problems. It depends upon the way forward. ചിലപ്പോൾ നമ്മോട് വളരെ ദേഷ്യപ്പെട്ടായിരിക്കും നമ്മുടെ ഭർത്താവിന് കാര്യം പറയുന്നത്. Maybe he will be responding in wrath certain things. അപ്പോ അയ്യോ അങ്ങ് ക്ഷമിക്കേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കേ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. If you ask forgiveness, that problem ends there. ഞാൻ പറഞ്ഞത് എങ്ങനെ പ്രതികരിക്കുന്നു അത് പ്രധാനമാണ്. How you react is very important. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയായി പ്രതികരിക്കാത്തത് കൊണ്ടാണ്. Because there are reasons why conflicts arise is because we react wrongly. സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ നാം പഠിക്കണം. We should be learning to tell truth in love. പ്രിയപ്പെട്ടവരെ, നമ്മള് ചിലപ്പോ ഈ കാര്യത്തിൽ തെറ്റ് വരുത്തും. There will be sometimes we may be wrong in our speaking. ചിലപ്പോൾ തെറ്റായി ദേഷ്യപ്പെട്ടെന്നിരിക്കും. We may be angry wrongly. അങ്ങനെ തെറ്റ് വരുത്തിയാൽ If we are wrong or reacting like this, നാം ഉടനെ അതിന് ക്ഷമ ചോദിക്കണം. we should be always willing to ask forgiveness. അയ്യോ, ഭാരതീയ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ക്ഷമ ചോദിക്കുകയോ? Oh, does that Indian husbands really ask forgiveness? പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്നാ ചില ഭർത്താക്കന്മാരുടെ വിചാരം. They think that then what is the purpose of living? That is how they react. We are primarily Christian husbands, not just Indian husbands. നാം കേവലം ഭാരതീയ ഭർത്താക്കന്മാരല്ല, നാം വിശ്വാസികളായ ഭർത്താക്കന്മാരാണെന്ന് നാം ഓർക്കണം. We should remember that we are primarily Christian husbands rather than just Indian husbands. ഞാൻ ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. Let me say one more thing. സംഘർഷങ്ങൾ ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? Let's see if there is a conflict, how we resolve that. നാം ഒന്നാമത് അതിനെ അഭിമുഖീകരിക്കണം. First fact is that we should face it through. ഒരു പ്രശ്നമുള്ളപ്പോ ഒരു പ്രശ്നവും ഇല്ലെന്ന് ആക്ട് ചെയ്ത് നടക്കരുത്. If there is a problem, don't act if there is no problem there. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി അകലരുത്. Don't run away from the problems. അതിനെ അഭിമുഖീകരിക്കണം. Face up to it. അഭിമുഖീകരിക്കാൻ നമുക്ക് സാധാരണതയിൽ ഗട്സ് ഇല്ല. Normally we don't have the guts to face that. നമുക്കറിയാം, കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കാൻ അത്ര എളുപ്പമല്ല. We know that to face that, if there is a problem in the family, it's not so easy. അതിനെന്ത് ചെയ്യണം? What should we do? അതിനല്ലേ കർത്താവുള്ളത്. That is why Lord is there. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണേ. Oh Lord, enable us. ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ സഹായിക്കണേ. Oh, enable us to solve this. ശരിയായി റിയാക്ട് ചെയ്യാൻ എനിക്ക് കൃപ തരണേ. Oh Lord, give me the grace to react correctly. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് ഉള്ളത് കൊണ്ട് ഏത് കാര്യത്തിന്റെ സഹായത്തിനും കർത്താവിന്റെ അടുത്ത് ചെന്നാൽ മതി. Because we have a Lord, for whatever problems we can go to Him. കർത്താവേ, ഇത് അഭിമുഖീകരിക്കാനുള്ള ധൈര്യം എനിക്ക് തരണേ. Oh Lord, give me the strength to face up. പ്രാർത്ഥനയോടുകൂടെ ആ കാര്യത്തെ അഭിമുഖീകരിക്കുക. With prayer, face that fact. രണ്ടാമത്, Second, പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കണം. take the initiative to solve that problem. ഭർത്താവ് ലീഡർ എന്നുള്ള നിലയ്ക്ക് ഭർത്താവാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. Normally, husband being the leader should take the lead. ഇനി അങ്ങനെയല്ല, ഭാര്യ പ്രശ്നം തീർക്കാൻ മുൻകൈ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. But it's not wrong that the wife takes the initiative to solve the problem. അവൾ ആ തെറ്റ് ചെയ്ത് അതുകൊണ്ട് അവൾ മുൻകൈ എടുക്കട്ടെ എന്ന് ആരും പറയരുത്. Don't tell that, oh, because she did the wrong, she should take the initiative. ദൈവവും മനുഷ്യനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോ, when there was a problem between God and man, ദൈവത്തിന്റെ ഭാഗം ശരിയും നമ്മുടെ ഭാഗം തെറ്റുമായിരുന്നു. God was correct and we were wrong. പക്ഷേ ശരിയായ ഭാഗക്കാരനായ ദൈവമാണ് ആ പ്രശ്നം പരിഹരിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തത്. But our Lord took the initiative even though he was correct. അതാണ് നമ്മുടെ മാതൃക. That is what our inspiration is. ഭർത്താവ് മുൻകൈ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഭാര്യ ഇരിക്കരുത്. Wife should not say saying that he should take the lead. അവളല്ലേ ആദ്യം ദേഷ്യപ്പെട്ട, അതുകൊണ്ട് അവൾ പറയട്ടെ എന്ന് വിചാരിച്ച് ഭർത്താവും ഇരിക്കരുത്. Nor the husband should think that no, because of her the problem came, she should take the lead. രണ്ടുപേരും മുൻകൈ എടുക്കണം. Both should take the initiative. മൂന്നാമത്തെ പടി, Third step is എന്താണ് പ്രശ്നമെന്ന് ഡിഫൈൻ ചെയ്യണം. exactly define what is the problem. ആ പ്രശ്നത്തിന്റെ അടിയിലേക്ക്, അതിന്റെ മൂല കാരണത്തിലേക്ക് പോകണം. We need to go to the root of that problem.
എന്താണ് കാര്യം എന്നുള്ളത് തുറന്ന് സംസാരിക്കണം. We need to openly speak out what is the problem. മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ട് വേറെ പറയരുത്. Keeping something in our heart and telling something different should not be that. ആളെ അറ്റാക്ക് ചെയ്യാതെ ആ പ്രശ്നത്തെ അറ്റാക്ക് ചെയ്യണം. Rather than attacking the person, you attack the problem. നമുക്കുള്ള ഒരു വലിയ പ്രശ്നം, ഇത് മലയാളികളുടെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ മലയാളികൾക്ക് പ്രശ്നമുണ്ട്. Normally what the problem that we Malayalis or say generally the humans have, പ്രശ്നത്തെ അറ്റാക്ക് ചെയ്യാതെ ആളെ അറ്റാക്ക് ചെയ്യും. they attack the person rather than the problem. അല്ലേലും നിന്റെ വീട്ടിൽ എല്ലാരും അങ്ങനെ. Your family is like that. ആ ഒരു വാചകം മതി അടുത്ത ഒരാഴ്ച പോയി കിട്ടാൻ. That sentence is enough for 1 week to go off. അപ്പൊ എന്റെ വീട്ടിലെ എന്റെ അപ്പനെയും അമ്മയും എന്റെ വീട്ടുകാരെയും എല്ലാം നിങ്ങൾ ചീത്ത പറഞ്ഞു. So you have drawn out my family in this problem. അപ്പൊ ഒറിജിനൽ പ്രശ്നത്തിൽ നിന്ന് മാറി ഇപ്പം കുടുംബത്തിലെ വേറെ പ്രശ്നമായി. So the problem has taken a higher flight and going into a family background. അതുകൊണ്ട് ആളുകളെ ചീത്ത പറയരുത്. Don't attack the person. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രയാസം ഉണ്ടാകാനുള്ള കാരണത്തെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. But you should attack the problem which has created a conflict among you. ആളെ അറ്റാക്ക് ചെയ്യരുത്. Don't attack the person. നീ അല്ലെങ്കിലും അങ്ങനെയാണ് എന്നൊരിക്കലും പറയരുത്. Don't say you are always like that. നീ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത്. But find out why you reacted like that. അതുകൊണ്ട് ഡിഫൈൻ ദ പ്രോബ്ലം ആൻഡ് ആ വസ്തുതയെ നേരിടുക, ആളെ അധിക്ഷേപിക്കരുത്. So what you should do is define the problem, go to the root. Don't attack the person but attack the problem. ഓപ്പൺ ആയിട്ട് ആ കാര്യം സംസാരിച്ച് കഴിയുമ്പോൾ once you open out that thing, ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. don't try to reason it out. ഞാനാണ് ശരിയെന്ന് വരുത്താൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. Don't justify yourself. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. You can say what you want to say. പക്ഷെ തെറ്റ് പറ്റിയെന്ന് മനസ്സിലായാൽ, but once you understand that you are the mistake person, അത് സമ്മതിച്ച് ക്ഷമ പറയണം. we need to acknowledge that and ask forgiveness. മറ്റേ ആൾ ഈ കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നൊന്ന് കാണാൻ ശ്രമിക്കണം. Try to think that how the other person is looking into the situation. എനിക്ക് എന്ത് പറയാനുണ്ടെന്ന് മാത്രമല്ല, മറ്റേയാൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നും കാണാൻ ശ്രമിക്കണം. Not only that whatever you want to say, but think that what the other person is looking into this. ക്ഷമ പറയുക. Ask apology. തെറ്റ് സമ്മതിക്കുക. Acknowledge the mistake. എന്നിട്ട് രണ്ടുപേരും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. And both of you should get together and pray. ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. God is the one who instituted this. അപ്പൊ ഈ കുടുംബത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നത് ദൈവത്തിനാണ്. So if there is any problem in the family, the most worried person or the hurt person is God. കാരണം ദൈവം ഉണ്ടാക്കിയ സ്ഥാപനത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. Because the God's institution has got the problem. അതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവം തന്നെയാണ്. So God has greatly desiring that this should go well. രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. Together you should pray. എന്നിട്ട് അതോടുകൂടി ആ വിഷയം വിട്ടുകളയുക. And after that you should totally leave off that subject. 4 മാസം കഴിഞ്ഞിട്ട് പിന്നെ അത് പറയില്ലേ. Don't repeat it after 4 months. ചിലപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വരാം. Same certain times the problem may come again. ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റില്ല. It's not that one problem is solved and you will never have a problem. പക്ഷേ ഈ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നം പൊക്കിക്കൊണ്ട് വരരുത്. But never draw out this problem when you encounter another problem. നമ്മൾ ചിലപ്പോ ഒരാളെ അടിച്ചിരുത്തി നമ്മൾ ജയിക്കും. Sometimes we dominate some persons. ഭാര്യ പറഞ്ഞതിനെല്ലാം ചുട്ട മറുപടി പറഞ്ഞ് അവളെ തോപ്പിച്ചു. We in our words we may defeat her. ഞാൻ ജയിച്ചു. I have won. നിങ്ങൾ ജയിച്ചിട്ടില്ല. No, you are not won. അവള് പേടിച്ച് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. It's because she is won but she is speaking not. ഒരാള് ജയിക്കുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം വർദ്ധിക്കുക. If there is one winner in that, it's not the problem has got solved, but there is a problem arising. രണ്ടുപേരും തോറ്റാലാണ് നിങ്ങൾ ജയിക്കുന്നത്. When both are losing, that you as a family are winning. എന്താ രണ്ടുപേരും തോക്കുക എന്ന് പറഞ്ഞാൽ? What is that both are losing mean? ഭർത്താവ് പറഞ്ഞു, ശരിയാ, എന്റെ ഭാഗത്ത് ആ തെറ്റ് വന്നുപോയി. Husband acknowledges that the mistake is on my part. ഭാര്യ പറയാ, ശരിയാ, ഞാനും ആ മറുപടി പറഞ്ഞപ്പോ കുറച്ച് ദേഷ്യപ്പെട്ടു പോയി. Wife also acknowledges, when we were discussing something, I reacted very badly. രണ്ടുപേരും തോറ്റു. Both have lost there. അപ്പൊ രണ്ടുപേരും ജയിച്ചു. And in that, both have won. ഒരാള് ജയിക്കുകയും ഒരാൾ തോക്കുകയും ചെയ്താൽ രണ്ടുപേരും തോറ്റു. If one person is a winner and another is a loser, then both are losing. അതുകൊണ്ട് രണ്ടുപേർക്കും തോക്കുന്നവരാകാം. So let us be of a mind where both are willing to lose. എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ക്ഷമ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യം വിട്ടുകളയുക. Acknowledging your mistakes, putting it before God, pray together and leave it apart. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ആരുടെയും കുടുംബ ജീവിതത്തിലില്ല. There is no problem which God cannot solve. അതുകൊണ്ട് നമുക്ക്
ഇന്നത്തെ ഈ കോൺഫറൻസിൽ നിന്ന് പോകുമ്പോ ഒരു സമർപ്പണം എടുത്തുകൊണ്ട് പോകാം. As we are going out from this family conference, let us take a surrendering like this. 4 കമ്മിറ്റ്മെന്റ്സ് ഞാൻ ആ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. There are 4 commitments drawn out in these notes. ഒന്നാമത്തേത്, First is, വരുന്ന ദിവസങ്ങളിൽ വേദപുസ്തക പ്രമാണമനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഞങ്ങൾ സൂക്ഷിക്കും it's a എന്നുള്ളതാണ്. commitment that we will abide by the biblical principles in all the areas of our family life. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ്, Second commitment, സംഘർഷങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ബന്ധങ്ങൾ ശരിയായി നിലനിർത്തുവാൻ പരിശ്രമിക്കും. if there is a conflict that arises, take steps to solve it as soon as possible and maintain that intimacy. മൂന്നാമത്തെ സമർപ്പണം, Third commitment, എന്റെ ജീവിത പങ്കാളിയുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ എന്നാൽ ആവുന്നത് ഞാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കും. commit ourselves to fulfill all the legitimate needs of our partner. നാലാമത്തെ കമ്മിറ്റ്മെന്റ്, Fourth commitment, കുഞ്ഞുങ്ങളോടുകൂടിയുള്ള ഫാമിലി പ്രെയർ കൂടാതെ ഞാനും ഭാര്യയും, അതായത് ഭാര്യയും ഭർത്താവും തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തും. in addition to the family prayer, we will take some time out so that the husband and the wife alone together will put themselves in prayer before ഞാൻ ഇങ്ങനെ God. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Let me end like this. നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. We need not be worried. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായിരുന്നാലും Whatever may be the problem that we are encountering. നമ്മെ സഹായിക്കാൻ വലിയവനായ ദൈവമുണ്ട്. Oh, there is a great help from the Lord. നമുക്ക് ആലോചന പറഞ്ഞു തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. Oh, He will give us ideas so that the Spirit is with us. നമ്മെ വഴി നടത്താൻ ഏറ്റവും പ്രാക്ടിക്കലായ ഒരു പുസ്തകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. And to guide us through, we have a very practical book, that is the Bible. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും സഭയും സഹോദരന്മാരും മൂപ്പന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. And therefore, for praying for us, to lead us through, there are assembly and elders. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കുടുംബജീവിതം വരുന്ന ദിവസങ്ങൾ നമുക്ക് കാഴ്ചവെക്കാം. So let us look forward for a family life excellent in His way. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.